സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ് ഇന്ന് വിരമിക്കുകയാണ്. മെയ് 14-നാണ് രാജ്യത്തിന്റെ 52ാമത് ചീഫ് ജസ്റ്റിസായി ബി.ആർ. ഗവായ് ചുമതലയേറ്റത്. 6 മാസം പദവിയിലിരുന്ന ഗവായ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള 2ാമത്തെ ചീഫ് ജസ്റ്റിസാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അബ്ദുൾ റഷീദ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചേരുകയാണ്. ഈ രാഷ്ട്രപതിയുടെ റഫറൻസ് ഉൾപ്പെടെയുള്ള കേസുകൾ സജീവമായി ഇടപെടൽ നടത്തിയ ചീഫ് ജസ്റ്റിസാണ് ഇപ്പോൾ സ്ഥാനമൊഴിയുന്നത്. പുതിയ ചീഫ് ജസ്റ്റിസ് എന്നാണ് സ്ഥാനമേൽക്കുക? കൂടുതൽ വിശദാംശങ്ങൾ. അസിന്ദൂരി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ് അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് ഇന്ന് വിരമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ചേർന്നിട്ടുള്ള യോഗത്തിലൊക്കെ തന്നെയും അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നിരവധി പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മെയ് 14-നായിരുന്നു രാജ്യത്തിൻ്റെ 52ാമത് ചീഫ് ജസ്റ്റിസായി ബി.ആർ. ഗവായ് അധികാരം ഏൽക്കുകയും ചുമതലയേൽക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് നിരവധിയായിട്ടുള്ള പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ തന്നെയും അദ്ദേഹം ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സിന്ദൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ റഫറൻസ്, വഖഫ് തുടങ്ങിയിട്ടുള്ള നിരവധി കേസുകളിൽ അദ്ദേഹം ഇടപെടുകയും നിർണായകമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദളിത് വിഭാഗത്തിൽ നിന്ന് രാജ്യത്തെ 2ാമതായി ചീഫ് ജസ്റ്റിസായി എത്തുന്ന ആളായിരുന്നു ബി.ആർ. ഗവായ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിരമിക്കൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിയുക്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് നിലവിൽ ഉള്ളത്. നാളെ അദ്ദേഹം ചുമതല ഏൽക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2027 ഫെബ്രുവരി ആയിരിക്കും അദ്ദേഹം പദവിയിൽ ഉണ്ടാവുക. അതേസമയം കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്നിട്ടുള്ള സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറെ പ്രധാനപ്പെട്ടത് കോടതി വിധികൾ ഭാരതീയമാകണമെന്നും അതോടൊപ്പം തന്നെ രാജ്യത്ത് നിരവധി കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. സുപ്രീം കോടതിയിലും സംസ്ഥാനത്തെ തലങ്ങളിലുമൊക്കെ ജില്ലാ തലത്തിലുള്ള കോടതികളിലൊക്കെ തന്നെയും നിരവധി കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ കേസുകളിലൊക്കെ തന്നെയും താൻ ഉടൻ ഇടപെടുകയും അത്തരം കേസുകൾ തീർപ്പാക്കുകയും ചെയ്യുമെന്നുള്ളൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബി.ആർ. ഗവായ്ക്കെതിരെ ഒരു വലിയ രൂക്ഷ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, വിമർശനങ്ങളല്ല ആരോപണങ്ങളും അതോടൊപ്പം തന്നെ ആക്രമണങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ചീഫ് ജസ്റ്റിസിനെതിരെ ചെറുപ്പ് എറിയുന്ന സാഹചര്യങ്ങൾ തീവ്ര ഹിന്ദുത്വവാദികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതേസമയം ഈ കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടതില്ല എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലപാട് എടുക്കുകയും ചെയ്തിട്ടുള്ള ഏറെ പ്രധാനപ്പെട്ട ഒരു ചീഫ് ജസ്റ്റിസ് കൂടിയാണ് ഇന്ന് വിരമിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് നാളെ ചുമതലയേൽക്കുകയും ചെയ്യും.